ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ റെസ്പോൺസാണ് എനിക്ക് അമ്പിളി കഴിഞ്ഞ് കിട്ടിയതും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാസം 2018 ഷൂട്ട് ഉണ്ടായിരുന്നു. സോ എനിക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട് ആ സിനിമയായിട്ട്. ഇനിയിപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യാന്നുള്ളൊരു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനത് കേൾക്കുന്ന സമയത്ത് ഇവരെ വിളിച്ച് ചോദിക്കും ഇത് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജൂഡേട്ടൻ പറഞ്ഞില്ല, എനിക്ക് ഉള്ളിടത്തോളം കാലം ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ളത്. നമ്മളിനി ഒക്ടോബറിലാണ് ഷൂട്ട് നടന്നത്. അപ്പം മാർച്ചിൽ നമ്മൾ അടുത്ത ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ ജൂഡേട്ടൻ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് മാർച്ച് ആകുമ്പോഴത്തേക്ക് ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടാവും, മുടിയൊന്നും മുറിക്കരുത് എന്നൊക്കെ പറഞ്ഞു പോയതാ. പിന്നെ നമ്മൾ 3 കൊല്ലം കഴിഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും ഞാനിപ്പം തെലുങ്ക് ചെയ്യുന്ന സമയത്തും എല്ലാം എനിക്കിപ്പോൾ തെലുങ്ക് ഞാനിപ്പോൾ കഴിഞ്ഞ ചെയ്ത തെലുങ്ക് സിനിമ അവർ 2018 കണ്ടിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. 2018 എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഹിറ്റ് കൂടെയായിരുന്നു. അത്രയും വലിയ ഹ്യൂജ് ഹിറ്റിന്റെ കൂടെ ഭാഗമാണ് അവിടെ. അത് തന്നിട്ടുള്ള ഒരു ഫീൽ എന്താ? അത് പിന്നീട് എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ അമ്പിളി കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ചെയ്ത സിനിമ 2018 അപ്പം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അമ്പിളി ചെയ്യുന്ന സമയത്ത് അതെൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ എൻ്റെ ഫ്യൂച്ചർ എന്നുള്ളത് ഞാൻ ജോലി വിട്ടു. ആ സമയമാകുമ്പോഴത്തേക്ക് ഷൂട്ട് ആക്ച്വലി കഴിഞ്ഞിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ ഇറങ്ങും എന്നുള്ള പ്ലാനിലാണ് ഞാൻ ജോലി വിട്ടത്. പക്ഷെ ജോലി വിട്ട് നമ്മൾ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. സോ ആ ഒരു സ്പേസ് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തിരിച്ച് പോകാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ എന്തായാലും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാങ്കിൽ. പക്ഷേ എന്താ ഫ്യൂച്ചർ എന്ന് അറിയാണ്ട് ഇപ്പം സിനിമ ഇറങ്ങി ഇപ്പം ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ റെസ്പോൺസാണ് എനിക്ക് അമ്പിളി കഴിഞ്ഞ് കിട്ടിയതും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മാസം 2018 ഷൂട്ട് ഉണ്ടായിരുന്നു. സോ എനിക്ക് ഓൾറെഡി അങ്ങനെ ഒരു ഇമോഷണൽ കണക്റ്റ് ഉണ്ട് ആ സിനിമയായിട്ട്. പിന്നെ നമ്മളൊരു 15 ദിവസം ഷൂട്ട് ചെയ്ത് നമ്മളിനി ഒക്ടോബറിലാണ് ഷൂട്ട് നടന്നത്. അപ്പം മാർച്ചിൽ നമ്മൾ അടുത്ത ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ ജൂഡേട്ടൻ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് മാർച്ച് ആകുമ്പോഴത്തേക്ക് ഒരു മാറ്റം എന്തെങ്കിലും ഉണ്ടാവും, മുടിയൊന്നും മുറിക്കരുത് എന്നൊക്കെ പറഞ്ഞു പോയതാ. പിന്നെ നമ്മൾ 3 കൊല്ലം കഴിഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്തത്. ബിക്കോസ് അതിനിടയ്ക്ക് കോവിഡ് വന്നു. കോവിഡ് കഴിഞ്ഞിട്ട് സിനിമ ഷൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും 100 ആൾക്കാരിൽ കുറവ് മാത്രമേ പാട്ടുള്ളൂ, ക്രൂ ആയിട്ടുണ്ടെങ്കിലും എന്നുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോ സമയം എനിക്കത് ഇപ്പോൾ എൻ്റെ അടുത്ത സിനിമ എന്നുള്ളൊരു ഇമോഷണൽ കണക്റ്റ് എന്തായാലും ഉണ്ട്. പിന്നെ എനിക്ക് അതിൻ്റെ കഥ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ജൂഡേട്ടനെ ഞാൻ ഇടയ്ക്കൊക്കെ വിളിച്ച് ചോദിക്കും അത് ഡ്രോപ്പ് ചെയ്യുന്നില്ലല്ലോ. ബിക്കോസ് ഇതിൻ്റെ നടുക്ക് അവരത് അത്യാവശ്യം നല്ല വലിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യാന്നുള്ളൊരു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് കേൾക്കുന്ന സമയത്ത് ഇവരെ വിളിച്ച് ചോദിക്കും ഇത് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജൂഡേട്ടൻ പറഞ്ഞില്ല, എനിക്ക് ഉള്ളിടത്തോളം കാലം ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ളത്. സോ അത്രയും ഇൻവോൾവ് ആയിട്ട് ഇതിൽ ഒരുപാട് വേറെ ലേയേഴ്സ് ഓഫ് കഥകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് ടൈം ലിമിറ്റ് കാരണം ഇവരത് അത്രയും ഷോർട്ട് ആക്കിയിട്ടാണ് കുറേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഡെപ്ത് കുറേ പാരലൽ സ്റ്റോറീസിൻ്റെ ഡെപ്ത് അവർ കാണിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ 2018 ഞാൻ പ്രളയം ഇതുവരെ കണ്ടിട്ടില്ല. ഞാനിത് TV-യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ആദ്യം ഈ 15 ദിവസം ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഞാൻ വന്ന് അതിൻ്റെ ചുറ്റുമുള്ള എല്ലാവരും കൊച്ചിയിലുള്ള ആൾക്കാരും ഇവർ ഫാമിലിയിൽ ഇവർ വീട്ടിൽ വെള്ളം കയറി. ജൂഡേട്ടനാണെങ്കിലും ഇതിൽ എൻ്റെ ചുറ്റുമുള്ള എല്ലാവരും വീട്ടിൽ ഭഗത് ഏട്ടനുണ്ടായിരുന്നു, ഹരികൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കാണ് എനിക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാവുന്നത് സ്വന്തം ആൾക്കാരെ കഥ കേൾക്കുമ്പോൾ. അപ്പം ഇതെനിക്ക് എന്തായാലും ഇത് ചെയ്യണമെന്നുണ്ട്, ഇതൊരിക്കലും ഡ്രോപ്പ് ചെയ്തതെന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇമോഷൻസ് കണക്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത്. അപ്പം ഇത് റിലീസാവുന്ന സമയത്ത് ഇതിനേക്കാൾ എന്ന് വെച്ചാൽ ഒരിക്കലും ഇത് നല്ല സിനിമയായിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് എന്തായാലും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു വിചാരിച്ചതിനേക്കാളും ഒരുപാട് മേലെ പോയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരിക്കലും പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് അത് പോയി. ഇപ്പോഴും ഞാനിപ്പം തെലുങ്ക് ചെയ്യുന്ന സമയത്തും എല്ലാം എനിക്കിപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ചെയ്ത തെലുങ്ക് സിനിമ അവർ 2018 കണ്ടിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്കതിൽ ജസ്റ്റ് പോസിറ്റീവ്സ് ഫ്രം ദാറ്റ്.